ആദ്യം ഞാൻ കോൺഗ്രസ് സഹയാത്രികൻ എൻ ശ്രീകുമാറിലേക്ക്. ശ്രീ എൻ ശ്രീകുമാർ, ഇന്നിപ്പോൾ IC ബാലകൃഷ്ണൻ കർണാടകയിൽ നിന്നും ഒരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട്. താൻ ഒളിവിലല്ല, 2 ദിവസം കഴിഞ്ഞാൽ വയനാട്ടിലേക്ക് തിരിച്ചു വരുമെന്ന്. പക്ഷേ പ്രതികളായ 3 പേരും, കേസിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തപ്പെട്ട 3 കോൺഗ്രസ് നേതാക്കളും വയനാട്ടിൽ നിന്നും മാറി നിൽക്കുകയാണ്. 2 ദിവസം വന്ന് കഴിഞ്ഞ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ എന്ത് വിശദീകരണമാണ് IC ബാലകൃഷ്ണൻ നൽകാനിരിക്കുന്നത്? ഇക്കാര്യത്തിൽ IC ബാലകൃഷ്ണൻ മാത്രമാണോ കുറ്റവാളി എന്ന ചോദ്യവും നിൽക്കുകയാണ്. പാർട്ടി ഇക്കാര്യത്തിൽ NM വിജയനെ കൊലയ്ക്ക് കൊടുത്തതല്ലേ? നോക്കൂ സ്മൃതി, ഈ വിഷയത്തിൽ ഇന്നലെ നമ്മൾ ചർച്ച തുടങ്ങി വെച്ച സമയത്താണ് ശ്രീ ജയേന്ദ്രൻ്റെ നിര്യാണം ഉണ്ടായത്. അപ്പോൾ ഇന്നലെ ഞാൻ തുടങ്ങി വെച്ച കാര്യം തന്നെ ഇന്ന് ആവർത്തിക്കുകയാണ്. അതായത് ഇപ്പോൾ 3 കാര്യങ്ങൾ ഇപ്പോൾ കോൺഗ്രസ് അന്വേഷിക്കുന്നുണ്ട്. ഒന്ന്, ഈ വസ്തുതകൾ അന്വേഷിക്കുക, എന്താണ് അവിടെ നടന്ന യഥാർത്ഥ സംഭവങ്ങൾ എന്നാണ് അന്വേഷിക്കുന്ന ഒരു സമീപനം കോൺഗ്രസ് എടുത്തിട്ടുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ നേതൃത്വത്തിലുള്ള അച്ചടക്ക സമിതി ആ വീട് സന്ദർശിച്ച ശേഷം KPCC എടുത്ത തീരുമാനമാണിത്. ഇന്നലെ KPCCയുടെ യോഗം ഇന്നലെ ഉണ്ടായിരുന്നു. അടുത്ത ദിവസം അവരുടെ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരുന്നുണ്ട്. ഇതൊക്കെ വിശദമായി ചർച്ച ചെയ്യും. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ കേസ് അന്വേഷണം, ആ കേസ് അന്വേഷിക്കുന്നത് IC ബാലകൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. കേസ് അന്വേഷിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല, പോലീസ് ഏത് രീതിയിൽ വേണ്ടേ കേസ് അന്വേഷിച്ചിട്ട് എന്നാണ് കോൺഗ്രസിൻ്റെ നിലപാട്. മറ്റൊന്ന്, ഈ കേസിൽ ഇപ്പോൾ ആരോപണ വിധേയരായ കോൺഗ്രസ് നേതാക്കളെ CPMകാർക്ക് അവർക്ക് ആക്ഷേപിക്കാനുള്ള ഒരു പാവകളായിട്ട് വിട്ടുകൊടുക്കാൻ എന്തായാലും കോൺഗ്രസ് തയ്യാറാവില്ല. ഈ 3 കാര്യങ്ങളാണ് ഇപ്പോഴുള്ളത്. പിന്നെ സ്മൃതിയുടെ ആമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ, ഇവിടെ മരണമടഞ്ഞ കോൺഗ്രസ് നേതാവും അദ്ദേഹത്തിൻ്റെ മകനും ആ കുടുംബത്തിനേറ്റ ആഘാതമൊക്കെ കോൺഗ്രസ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ശേഷമാണ് അവിടെ വീട്ടിലേക്ക് സന്ദർശനത്തിന് പോകുന്നത്. ആ വീട്ടിൽ 5 കോൺഗ്രസ് പ്രമുഖ നേതാക്കൾ എത്തുമ്പോൾ ആ വീട്ടുകാരും അവരെ തടഞ്ഞില്ല. സാധാരണഗതിയിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അത്രയും ഗൗരവകരമായ വിഷയമാണ്, കോൺഗ്രസ് നേതാക്കൾ തിരിഞ്ഞു നോക്കിയില്ല എന്നൊക്കെ പറയുമ്പോൾ അവിടെ സംഭവിക്കേണ്ടത് മറിച്ചായിരുന്നു. പക്ഷേ അവർ ചെന്നവരെ സംസാരിച്ച ശേഷം ആ മകളും മരുമകനും പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അതായത് കോൺഗ്രസ് നേതാക്കൾ നൽകിയത് അച്ഛൻ്റെ വാത്സല്യമാണ്, പാർട്ടിയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, ഇത് രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ ഉപയോഗിക്കില്ല. ഈ 3 കാര്യങ്ങൾ പറഞ്ഞതോടെ ആ പ്രശ്നത്തിന്റെ ഒന്നാം ഘട്ടം അവിടെ തീർന്നതാണ്. വിജയന്റെ മകനാണല്ലോ അത് പറഞ്ഞത്. NM വിജയൻ എന്ന നേതാവ് 50 വർഷം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു. NM വിജയൻ എന്ന നേതാവ് ഈ തനിക്ക് കിട്ടിയ പോലീസ് ജോലി അതിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടിട്ടും അദ്ദേഹത്തിൻ്റെ പേര് പാർട്ടി തന്നെ വെട്ടുകയായിരുന്നു K കരുണാകരൻ്റെ കാലത്ത്. ഇതൊക്കെ അദ്ദേഹം നേരത്തെ പരാതിപ്പെട്ട കത്തിലുള്ളതാണ്. അപ്പോൾ പൂർണ്ണസമയ പ്രവർത്തകനാകാൻ വേണ്ടി അദ്ദേഹത്തെ പാർട്ടി തന്നെ നിയോഗിച്ചതാണ്. അങ്ങനെ വയനാടിന് വേണ്ടി പ്രവർത്തിച്ച കോൺഗ്രസിൻ്റെ അവിടുത്തെ പ്രാദേശിക നേതാവ്, കറകളഞ്ഞ കോൺഗ്രസ്സുകാരൻ, മരിക്കുമ്പോൾ എഴുതി വെച്ച കത്തിൽ പോലും 10 ദിവസം കാക്കണം, എന്നിട്ട് ഈ കത്ത് പുറത്തു വിട്ടാൽ മതി എന്ന് പറയുമ്പോൾ ഒരു നേതാക്കൾക്കും കളങ്കം പറ്റാതെ ഈ പ്രശ്നത്തിൽ കുടുംബത്തിന് കിട്ടാനുള്ള പണം തിരികെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ് ആ വാചകങ്ങളിൽ. അപ്പോൾ അങ്ങനെ നിന്ന ഒരു നേതാവിനെ, മരിക്കുന്നതിന് മുൻപ് 2 തവണ പാർട്ടിക്ക് കത്തെഴുതിയ നേതാവിനെ യഥാർത്ഥത്തിൽ കൊലയ്ക്ക് കൊടുക്കുകയായിരുന്നില്ലേ? ആത്മഹത്യ ചെയ്ത ശേഷം ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പറയാതിരിക്കൂ. ആദ്യ പ്രതികരണം എന്താണ്? അന്തവും കുന്തവും ഇല്ലാത്ത കുടുംബം എന്നല്ലേ? കത്തിൽ വ്യക്തതയില്ല എന്നല്ലേ? വ്യക്തതയോടെയുള്ള 2 കത്തുകൾ നേരത്തെ പാർട്ടിക്ക് എഴുതിയിട്ടുണ്ട് ശ്രീ എൻ ശ്രീകുമാർ. അപ്പോൾ ആ മരണത്തിന് ഉത്തരവാദി ആരാണ്? CPM പറയുന്ന പോട്ടെ, NM വിജയന്റെ വാചകങ്ങൾക്ക് എന്താണ് മറുപടി എന്നുള്ളതാണ്. അതായത് ആ വീട്ടിൽ NM വിജയൻ എഴുതി വെച്ച കത്തും അതിലെ വരികളൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. അതിൽ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതൃത്വത്തിന് ഒരു വീഴ്ച പറ്റി എന്ന് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു. ആ വീഴ്ച എന്താണെന്ന് വെച്ചാൽ, ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളതിൻ്റെ ഭാവിയെക്കുറിച്ച്, ആ സംഭവം എങ്ങനെ അവസാനിക്കും എന്നതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. അങ്ങനെ ചിന്തിക്കാതിരിക്കുമ്പോൾ പറ്റാവുന്ന ചില വീഴ്ചകളുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കാം ഇത് യഥാസമയം KPCCയിൽ ആ പ്രാദേശിക തലത്തിലുള്ള നേതാക്കൾ അത് അറിയിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് അവിടെ. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ സ്മൃതി പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ന് ഞാൻ കരുതുന്നു. പക്ഷേ അതൊക്കെ സംഭവിച്ച ശേഷമാണ് ആ വീട്ടുകാർ കോൺഗ്രസിനെതിരാണ് എന്നുള്ള മാധ്യമ വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന ഘട്ടത്തിലാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നേതൃത്വത്തിലുള്ള കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കളാണ് അവിടെ ചെന്നത്. ഞങ്ങൾക്ക് ഇവരെ കാണണ്ടെന്ന കുടുംബം പറഞ്ഞില്ലല്ലോ. അതിൻ്റെ അർത്ഥം എന്താണ്? കുടുംബം ഇപ്പോൾ അവരുടെ ഒരു ഗതികേടിലാണ്. അതുകൂടി ശ്രീ എൻ ശ്രീകുമാർ മനസ്സിലാക്കണം. 1.5 കോടി അവർക്ക് കുടുംബത്തിന് ബാധ്യതയുണ്ട്. ആ ബാധ്യത
ബാധ്യത തീർക്കാം, അതല്ലാതെ ഒരു തുക നൽകാമെന്ന് പാർട്ടി പറയുമ്പോൾ സ്വാഭാവികമായും അവർക്കതിന് വഴങ്ങിയേ പറ്റൂ. അവർക്ക് ആ ഒരു ഗത്യന്തരമില്ലാത്ത അവസ്ഥയുണ്ട്. ആ കുടുംബം പറയുന്ന അവിടെ നിൽക്കട്ടെ, മരിച്ചുപോയ NM വിജയനോട് ഈ പാർട്ടി ചെയ്ത നീതിയാണോ എന്നുള്ള ചോദ്യമാണ്. താങ്കൾ പറഞ്ഞ ഇപ്പോൾ പാർട്ടിയുടെ അന്വേഷണം, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നേതൃത്വത്തിലുള്ള ഒരു സമിതി അവിടെ അന്വേഷണത്തിന് പോകുന്നു. അതിനു മുൻപും ഈ ആരോപണം ഉയർന്നതാണ്. ഇപ്പോഴല്ല, നേരത്തെ വർഷങ്ങൾക്ക് മുൻപ് ഈ ആരോപണം ഉയർന്നതാണ്. അന്നും പാർട്ടി അന്വേഷിച്ചതാണ്. എന്നിട്ട് പാർട്ടി ആരോടാണ് അന്വേഷിച്ചത്? ആരോപണത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ജില്ലാ ഘടകത്തിനോട് അല്ലെങ്കിൽ DCCയോട് തന്നെ കാര്യങ്ങൾ ആരായുക, അവർ പലതും മറച്ചു പറയുക, ചില നേതാക്കൾക്കെതിരെ നടപടിയെടുക്കുക. ശരിക്കും യഥാർത്ഥത്തിൽ ഇതിലെ കള്ളന്മാർക്കെതിരെ നടപടി എടുത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് പരിശോധന നടന്നതെന്നും കൂടി ആലോചിക്കണ്ടേ? അതിൻ്റെ ഒരു ഉത്തരവാദിത്വം പാർട്ടി ഏൽക്കണ്ടേ? നമുക്ക് സ്മൃതി, ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് ഒന്ന്, ആ കുടുംബവുമായി ബന്ധപ്പെട്ട ആ ഗൃഹനാഥൻ്റെയും അദ്ദേഹത്തിൻ്റെ മകൻ്റെയും മരണം. മറ്റൊന്നുള്ളത് അതിൻ്റെ രാഷ്ട്രീയമാണ്. ഇപ്പോൾ ആ മരണം സംഭവിച്ച ശേഷമുള്ള ഈ വർത്തമാനത്തെ കാലത്ത് നമ്മൾ സംസാരിക്കുന്നത് സമകാലികമായ അവിടുത്തെ പ്രശ്നങ്ങളാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പറഞ്ഞത്. സ്മൃതി പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്. ഒരു സംഭവം ഉണ്ടായി, അതിൽ വീഴ്ച സംഭവിച്ചു. അതിൽ കോൺഗ്രസ് എന്ത് ചെയ്തു? പിന്നെ കോൺഗ്രസിൻ്റെ തുടർ നടപടികൾ ആ കുടുംബം അംഗീകരിച്ചു. ആ കുടുംബം അംഗീകരിച്ചെന്തുകൊണ്ട്? ആ കുടുംബമല്ലേ പത്രലേഖകരോട് പറഞ്ഞത്, ഞങ്ങൾക്ക് അച്ഛൻ തന്ന വാത്സല്യം കോൺഗ്രസ് നേതാക്കൾ തന്നു എന്നാണ് ആ മകനും മരുമകളും കോൺഗ്രസിൻ്റെ മുഖപത്രത്തിൻ്റെ ലേഖകനോട് പറഞ്ഞത്. അച്ചടിച്ച് വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, ഞങ്ങൾക്ക് പാർട്ടിയിൽ വിശ്വാസമാണ്, രാഷ്ട്രീയ പ്രേരിതമാവില്ല എന്ന് പറഞ്ഞപ്പോൾ ആ കുടുംബം കോൺഗ്രസിൻ്റെ ഒപ്പം നിന്നത് എന്ന് മാത്രമല്ല, ആ കുടുംബത്തിന് തൃപ്തിയായി, കോൺഗ്രസ് നേതാക്കളുടെ സന്ദർശനം തൃപ്തിയായി. ഇനി കോൺഗ്രസിൻ്റെ കരുതൽ അവർക്കുണ്ടാകും എന്നവർക്കറിയാം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, സ്മൃതിയുടെ ഹെഡിങ് കരുതൽ എന്നാണല്ലോ. ഈ കരുതൽ അവിടെയുള്ള കോൺഗ്രസിൻ്റെ നേതാക്കൾക്കും ഉണ്ടാവും. കാരണം എന്താണ്? ഈ പ്രശ്നം തീർന്നു എന്നറിഞ്ഞപ്പോഴാണ് CPM പെട്ടെന്ന് കൊടുത്താൽ ഒരു രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയമായി തന്നെ അത് ഉപയോഗിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ശ്രീ N. ശ്രീകുമാർ, ഇതിൽ 3 ബാങ്കുകളുടെ കാര്യത്തിൽ നിയമനം നൽകാൻ വേണ്ടി കോഴ വാങ്ങി എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നുണ്ടല്ലോ. കോഴ വാങ്ങിയിട്ടുണ്ട്. ആ കോഴ വാങ്ങിയതിനെക്കുറിച്ച് പറയുന്നത് NM വിജയനാണ്. NM വിജയനടക്കം NM വിജയനെ കൊണ്ട് ആ കോഴ വാങ്ങിക്കുകയായിരുന്നു. വാങ്ങിച്ചവരിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല. അതിനുശേഷം പാർട്ടി ഈ വിഷയം അകത്ത് ചർച്ച ചെയ്തപ്പോൾ ഈ IC ബാലകൃഷ്ണൻ്റെതായി വന്ന വാചകമായി ഞാൻ അറിഞ്ഞത്, യോഗത്തിനകത്ത് അദ്ദേഹം പറയുകയാണ് വാങ്ങിച്ചവരെ തന്നെ അങ്ങ് തിരിച്ചു കൊടുക്കട്ടെ എന്ന്. അതായത് ഈ തുകയിലെല്ലാം പങ്കിട്ടെടുക്കലൊക്കെ ഉണ്ടായിട്ടുണ്ട്, വാങ്ങിച്ചവർ തിരിച്ചു കൊടുക്കട്ടെ എന്ന് പറയുമ്പോൾ അതിൽ തെളിവായുള്ളത് വാങ്ങിയ ആളെക്കുറിച്ചുള്ള പേരും കൊടുത്ത ആളുടെ വിവരങ്ങളും മാത്രമാണ് തെളിവായി പുറത്തുള്ളത്. അങ്ങനെ അതിൽ കുരുക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ NM വിജയനെ. അതിൽ IC ബാലകൃഷ്ണൻ പറഞ്ഞ വാചകമാണ് മീറ്റിങ്ങിനകത്ത്, വാങ്ങിച്ചവരങ്ങ് തിരിച്ചു കൊടുക്കട്ടെ എന്ന്. എന്ത് ഉത്തരവാദിത്തമാണ്? ആ പണം എങ്ങോട്ട് പോയി? നിയമനം നടന്നില്ല. കുറച്ചെങ്കിലും പണം തിരിച്ചു കൊടുത്തത് ചില നേതാക്കൾ തിരിച്ചു കൊടുക്കുന്നു. NM വിജയൻ അദ്ദേഹം ലോൺ എടുത്താണ് പണം തിരിച്ചു കൊടുത്തത്. ഇത് സുധാകരൻ അയച്ച കത്തിൽ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആ പണം എവിടെ പോയി? നിയമനം നടന്നില്ലല്ലോ, അത് തിരിച്ചു കൊടുക്കണ്ടേ? നോക്കൂ സ്മൃതി, ശ്രീ IC ബാലകൃഷ്ണൻ ഏത് യോഗത്തിൽ എങ്ങനെ പറഞ്ഞു എന്നുള്ളതൊക്കെ നമ്മൾ കേൾക്കുന്നു. സ്മൃതി പറഞ്ഞ ഒരുപക്ഷെ ശരിയായിരിക്കാം. അങ്ങനെ ആണെങ്കിൽ തന്നെയും ഇത് സംബന്ധിച്ചൊരു പോലീസ് അന്വേഷണം ഉണ്ടല്ലോ. അതായത് പോലീസ് എന്തിനാണ് അന്വേഷിക്കുന്നത്? ഇതിലത്തെ കൃത്യത വെളിപ്പെടാനല്ലേ. ഒരു സംഭവം ഉണ്ടായി, ആ സംഭവത്തിൽ ഒരുപാട് സംശയങ്ങൾ നിലനിൽക്കുന്നു, പണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്, എങ്കിൽ അത് അന്വേഷിക്കട്ടെ എന്ന് ആദ്യം പറഞ്ഞ IC ബാലകൃഷ്ണ. അതിനുശേഷം ഈ സംഭവം തീർന്നു എന്ന് തോന്നിയപ്പോൾ പോലീസ് കേസെടുത്ത കാര്യം ഞാൻ പറഞ്ഞത്. ശരി, IC ബാലകൃഷ്ണൻ അന്വേഷിക്കട്ടെ. പോലീസ് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഈ സംശയങ്ങളെല്ലാം തീരുമല്ലോ. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.